الحمد لله وكفى وسلام على عباده الذين اصطفى رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين. ഇരിക്കുന്നവർ സദസ്സിലേക്ക് ചേർന്നിരുന്നോളൂ ഇൻഷാ അല്ലാഹ്. രാവിലെ സുബഹിക്ക് ശേഷമുള്ള മജ്ലിസിലും വളരെ വിശദമായ നിലയിൽ നമ്മളോട് പറയപ്പെട്ടു കേൾക്കേണ്ട മര്യാദ, എങ്ങനെ കേൾക്കണം, എങ്ങനെ കേൾക്കുന്നത് കൊണ്ടാണ് അത് നമ്മൾ അമലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലാഹു തആല അമൽ ചെയ്യാൻ തൗഫീഖ് തരുമാറാകട്ടെ. ഇടയിലുള്ള സ്ഥലം പൂർത്തിയാക്കി മുമ്പോട്ടേക്ക് ചേർന്നിരുന്നോളൂ ഇൻഷാ അല്ലാഹ്. സദസ്സ് എത്ര വലുതാണെന്നുള്ളതല്ല സദസ്സിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ, എന്തിൻ്റെ പേരിലാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്, അതിൻ്റെ പേരിലാണ് സദസ്സിൻ്റെ മഹത്വം അള്ളാഹുവിൻ്റെ അടുത്ത്. അല്ലാഹു തആല നമ്മളെ കബൂലാക്കുമാറാകട്ടെ. കുറച്ചുകൂടി ചേർന്നിരുന്നോളൂ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, സുബഹി മുതൽ പരിശുദ്ധമായ ദീനിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയപ്പെടുന്ന മജ്ലിസിൽ നമ്മൾ ഇരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ സുബഹിക്ക് ശേഷമുള്ള മജ്ലിസിൽ പറഞ്ഞു. അതിനുശേഷം ഫളായിലിൻ്റെ താലീമിൻ്റെ ഹൽക്കയിൽ നമ്മളിരുന്നു. അതിനുശേഷം പരിശുദ്ധമായ ദീനിൻ്റെ പരിശ്രമം നാടുകളിൽ നിന്നുകൊണ്ട് ചെയ്യേണ്ട രീതികളെക്കുറിച്ച് നമ്മൾ കേട്ടു. ചുരുക്കത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഒരു പരിശ്രമത്തിന് വേണ്ടിയാണ്. പരിശ്രമം പഠിക്കുന്നതിനും പരിശീലിക്കുന്നതിനും വേണ്ടിയാണ്. അതിൽ നമ്മളെ ദീനിൻ്റെ പരിശ്രമത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് സ്ത്രീകളുടെ ഇടയിലുള്ള ദീനിൻ്റെ പരിശ്രമം. ഉമ്മത്തെന്ന് പറയുമ്പോൾ അതിൽ പുരുഷനുമുണ്ട് സ്ത്രീയുമുണ്ട്, പുരുഷന്മാരുമുണ്ട് സ്ത്രീകളുമുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനിൻ്റെ പരിശ്രമത്തിൻ്റെ ആദ്യത്തിൽ തന്നെ നമുക്ക് കാണാം തങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നത് സ്ത്രീകളിൽ ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു തആല അൻഹ. ആദ്യമായി നമ്മൾ കേട്ടിട്ടുണ്ട് വഹ്യു നബി സ്വല്ലല്ലാഹു തങ്ങളിലേക്ക് വഹ്യു വന്നപ്പോൾ തങ്ങൾ പരിഭ്രമിച്ചതും ആ സമയത്ത് തങ്ങളെ സാന്ത്വനപ്പെടുത്തിയതും സമാധാനപ്പെടുത്തിയതും തങ്ങളെ വറഖത്ത് ബിൻ നൗഫലിൻ്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോയതും പിന്നെ അതിനുശേഷം ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ വഫാത്ത് വരെയുള്ള സമയം ഏത് രീതിയിൽ കൂടി തങ്ങളെ ദീനിൻ്റെ പരിശ്രമത്തിൽ ഖദീജ റളിയല്ലാഹു തആല അൻഹ സഹായിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ അവരുടെ വഫാത്തിന് ശേഷവും എപ്പോഴും ഖദീജ റളിയല്ലാഹു തആല അൻഹയെ ഓർക്കുമായിരുന്നു. ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ സഹോദരി, അവരുടെ ശബ്ദവും ഖദീജ റളിയല്ലാഹു തആലയുടെ ശബ്ദവും തമ്മിൽ സാദൃശ്യമുണ്ടായിരുന്നു. ആ ശബ്ദം കേൾക്കുമ്പോൾ, അവരുടെ ശബ്ദം കേൾക്കുമ്പോൾ ഖദീജ റളിയല്ലാഹു തആല അൻഹയെ ഓർമ്മ വരുമായിരുന്നു. ആട്ടിനെ അറുത്ത് അതിൻ്റെ മാംസം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ കൈയുടെ ഭാഗം അത് ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ കൂട്ടുകാരികൾക്ക് കൊടുത്തേക്കുമായിരുന്നു. ഓരോ സന്ദർഭങ്ങളിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ ആദ്യം ഗാർ സൗറിലേക്ക് പോയപ്പോൾ, ഗാർ ഹിറായിലേക്കുള്ള യാത്രയിൽ തങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടും ഏറ്റവും പ്രയാസങ്ങളും തങ്ങൾ അനുഭവിച്ച ആ വർഷങ്ങളിൽ, ആ നാളുകളിൽ ഏറ്റവും കൂടുതൽ തങ്ങൾക്ക് സാന്ത്വനം നൽകിയത്, തങ്ങളെ സമാധാനപ്പെടുത്തിയത്, തങ്ങളെ സഹായിച്ചത് ഖദീജ റളിയല്ലാഹു തആല അൻഹയായിരുന്നു ആദ്യം മുതൽ. പിന്നെ ഹദ്റത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ, ഉമ്മു സൽമ റളിയല്ലാഹു തആല അൻഹ,
ഒരു സന്ദർഭം വന്നപ്പോൾ നബി തങ്ങൾ പറയുന്നത് ആ വിഷയത്തിൻ്റെ ഗൗരവം കാരണമായി സഹാബാക്കൾക്ക് അത് തങ്ങൾ പറഞ്ഞിട്ട് പോലും ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ളൊരു ഘട്ടം ഹുദൈബിയയിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഉണ്ടായി. ആ സമയത്ത് വളരെ നല്ല അഭിപ്രായം പറഞ്ഞു കൊടുത്ത് റസൂലുള്ളാഹി തങ്ങളെ സഹായിച്ചത് ആരായിരുന്നു? ഉമ്മു സൽമ റളിയല്ലാഹു തആല അൻഹയാണ്. സഹാബിയാത്തുകളായ സ്ത്രീകൾ അവരുടെ ദീനിൻ്റെ പരിശ്രമത്തിലുള്ള അവരുടെ ആഗ്രഹം, അവരുടെ താല്പര്യം, അവരുടെ സഹായങ്ങൾ ഹിക്കായത്ത് സഹാബയിലും അതേപോലെ ഹയാത്ത് സഹാബയിലും വിവരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്ത്രീകളുടെ പരിശ്രമം, സ്ത്രീകളുടെ ഫിക്ർ, ഇന്ന് നമ്മൾ കാണുന്ന ലോകം മുഴുവനുള്ള ഹർക്കത്തും ഇതിനും കാരണക്കാരിയായത് ഒരു സ്ത്രീയാണ്. അവരുടെ ഖബറുകളിൽ അവർക്ക് കിട്ടുകയാണ് ഇതിൻ്റെ എല്ലാം പ്രതിഫലം, അവരുടെ ഖബറുകളിലേക്ക് എത്തുകയാണ്. അപ്പം അതുകൊണ്ട് ലോകത്ത് ഈ ഉമ്മത്തെന്ന് പറയുന്നത് അതിൽ പുരുഷനും സ്ത്രീയും ഉൾപ്പെടുന്നതാണ് ഉമ്മത്ത്. ചില സ്ഥലങ്ങളിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ്. അപ്പോൾ അഥവാ സ്ത്രീകളിൽ ദീനിൻ്റെ ഫിക്റില്ല, ദീനിൻ്റെ പരിശ്രമമില്ല എങ്കിൽ നമ്മളുടെ ഈ പരിശ്രമം അപൂർണമായി പോകും. രണ്ടാമത്, സ്ത്രീകളിൽ ദീനിൻ്റെ ഫിക്റില്ല, ദീനിൻ്റെ പരിശ്രമമില്ല എങ്കിൽ ആ വഴിയിൽ കൂടി ദീനില്ലായ്മ കടന്നു വരും. നമ്മൾ സാധാരണ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഒരു സ്ഥലത്തിൽപ്പെട്ടതാണ് നമ്മുടെ വീട്, അല്ലേ? ജോലി കാര്യങ്ങൾ കഴിഞ്ഞാൽ, മറ്റു ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞാൽ നല്ല മനുഷ്യർ കൂടുതൽ സമയം ചെലവഴിക്കുന്ന എവിടെയാണ്? വീട്ടിലാണ്. വീട്ടിലോ പള്ളിയിലോ ആയിരിക്കും. എന്തായാലും നമ്മളുടെ ജീവിതത്തിൽ നല്ലൊരു സമയം നമ്മൾ ചെലവഴിക്കുന്ന സ്ഥലമാണ് വീട്. ആ വീട്ടിൽ ദീനിയായ മാഹൂൽ ഉണ്ടാകണം, ദീനിയായ അന്തരീക്ഷം ഉണ്ടാകണം. അതിന് ആരിൽ ദീനുണ്ടാകണം? സ്ത്രീകളിൽ ദീനുണ്ടാകണം. അതുകൊണ്ട് ഈ ദീനിൻ്റെ പരിശ്രമം മുഖേന മഹാന്മാരായ ഉലമാക്കൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. ദീനിൻ്റെ പരിശ്രമം മുഖേന ആഗ്രഹിക്കപ്പെടുന്ന എന്താണ്? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മദീന മുനവ്വറയുടെ വീടുകളിൽ ഏതൊരു മാഹൗൽ, ഏതൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നോ ആ ചുറ്റുപാട് അന്തരീക്ഷം നമ്മളുടെ വീടുകളിൽ ഉണ്ടായിത്തീരണം. വളരെ സിമ്പിളാണ്. ദീനിൻ്റെ പരിശ്രമം മുഖേന ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളുടെ കാലത്ത് ബസാറിൽ ഏതൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നോ ആ അന്തരീക്ഷം നമ്മുടെ ബസാറുകളിൽ ഉണ്ടാകണം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളുടെ കാലത്ത് തങ്ങളുടെ പള്ളിയിൽ ഏതൊരു അന്തരീക്ഷവും, ഏതൊരു ചുറ്റുപാടും, ഏതൊരു അമാലുകളും നടന്നോ അത് നമ്മളുടെ പള്ളികളിൽ ഉണ്ടായിത്തീരണം. ഈ 3 കാര്യങ്ങളാണ്. ആ കാലഘട്ടത്തിലുള്ള പള്ളികൾ എങ്ങനെയായിരുന്നു? ഇസ്ലാമിൻ്റെ കഠിനമായ ശത്രുവും പള്ളിയിൽ വന്ന് അര ദിവസം കഴിഞ്ഞാൽ അയാൾ പറയുമായിരുന്നു, എനിക്ക് നിങ്ങളെപ്പോലെ ആയിത്തീരണം. അവിടെ പഠിപ്പിക്കപ്പെട്ടിരുന്നത് അവരുടെ സ്വഭാവം, അവരുടെ പെരുമാറ്റം, അവരുടെ ഇക്റാം അതായിരുന്നു. മദീനയുടെ ബസാറിൽ ആരെങ്കിലും മുസ്ലിമായ ഒരാൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ വന്നാൽ അയാൾ ഈമാനുമായി തിരിച്ചു പോകുമായിരുന്നു. മുസ്ലിമുകളുമായിട്ട് ഇടപാടുകൾ നടത്തിക്കഴിഞ്ഞാൽ ദീൻ മനസ്സിലാക്കിയിട്ട് അവർ തിരിച്ചു പോകുമായിരുന്നു. ദീൻ സ്വീകരിക്കാൻ തയ്യാറായ നിലയിൽ അവർ തിരിച്ചു പോകുമായിരുന്നു. ഇതേപോലെ നമ്മളുടെ വീടുകളിൽ, നമ്മളുടെ വീട്ടിലെ അന്തരീക്ഷം മുഹമ്മദ് പറയുന്നുണ്ട്, നമ്മളുടെ വീടുകളിലേക്ക് വരുന്ന നമ്മളുടെ സ്ത്രീകൾ, ദഅവത്തിൻ്റെ ഉത്തരവാദിത്വം ഈ ഉമ്മത്തിനാണ്. ഉമ്മത്തിൽ പുരുഷനുമുണ്ട്, സ്ത്രീയുമുണ്ട്. അപ്പം അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ശരീഫിൻ്റെ ആയത്തിൽ നമുക്ക് കാണാം, മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ പരസ്പരം, അല്ലേ, ഔലിയ, അവർ നന്മയെ കൽപ്പിക്കുന്നവരും തിന്മയെ തടയും ചെയ്യുന്നവരാണ്. അപ്പോൾ അതിൽ സ്ത്രീകളുമുണ്ട്. പക്ഷെ സ്ത്രീകളുടെ പരിശ്രമത്തിൻ്റെ മണ്ഡലം, സ്ത്രീകൾക്ക് ശരീഅത്തിൻ്റെ ഹുക്കുമുകൾ, അതിൻ്റെ ഹുദൂദുകൾ, അതിൻ്റെ അതിരുകളുണ്ട്. അത് സൂക്ഷ്മതയോടുകൂടി അത് പാലിച്ചുകൊണ്ട് ശരീഅത്തിൻ്റെ നിയമങ്ങൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് സ്ത്രീകൾക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. എത്രത്തോളം ഉലമാക്കൾ പറയുന്നുണ്ട്, ചില രാജ്യങ്ങളിൽ ഇസ്ലാമിനെ നിഷ്കാസനം ചെയ്യുന്നതിന് വേണ്ടി, നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി എല്ലാവിധ ശക്തികളും ഉപയോഗിച്ച് മുസ്ലിമീങ്ങളെ നശിപ്പിച്ച രാജ്യങ്ങൾ. പക്ഷെ ആ രാജ്യങ്ങളിൽ വർഷങ്ങൾ കഴിഞ്ഞ് കടന്നപ്പോൾ അവിടെ വീണ്ടും ദീൻ ഹയാത്തായി. അതിൻ്റെ കാരണങ്ങളിൽ ഉലമാക്കൾ പറയുന്നത് ആ അടച്ചിടപ്പെട്ട വീടുകൾക്ക് ഉള്ളിൽ ദീൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. റഷ്യ പോലെയുള്ള ഭാഗങ്ങളിലുള്ള പല രാജ്യങ്ങളിലും
പലതരത്തിലുള്ള അക്രമങ്ങൾ മുസ്ലിമുകളുടെ മേലിലുണ്ടായി. എന്നിട്ടും അവിടെ ദീൻ അങ്ങനെ നിലനിന്നും. അത് വീട്ടിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ദീനിയായ അന്തരീക്ഷമായി. അതുകൊണ്ട് വീടെന്ന് പറയുന്നത് സ്ത്രീകളുടെ പരിശ്രമ മണ്ഡലമാണ്. നമ്മൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ പുറപ്പെട്ടു പോകുമ്പോഴും സ്ത്രീകൾ ഒരു വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്കാണ് പോകുന്നത്. അവർ വെളിയിലേക്ക് പോകുന്നില്ല, അന്യ ആളുകളുടെ കൂട്ടത്തിൽ, കാണാൻ പാടില്ലാത്തവരുടെ കൂട്ടത്തിൽ കഴിയുന്നില്ല, അവരുടെ മുമ്പിൽ സംസാരിക്കുന്നില്ല, അവരുമായിട്ട് ഇടകലരുന്നില്ല. കാരണം എന്താണ്? നമ്മളുടെ ദീനിൻ്റെ പരിശ്രമത്തിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ എങ്ങനെയാണോ കാണിച്ചു തന്നത്, ആ ദീനിൻ്റെ ഹുദൂദുകൾക്ക്, ദീനിൻ്റെ ശരീഅത്തിൻ്റെ നിയമങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ദീനിൻ്റെ പരിശ്രമം. അപ്പോൾ നമ്മൾ സ്ത്രീകൾക്ക് ദീനിയായ ഫിക്ർ, ദീനിൻ്റെ ദഅവത്ത് പഠിച്ചു കഴിഞ്ഞാൽ, മനസ്സിലാക്കി കഴിഞ്ഞാൽ, പരിശീലിച്ചു കഴിഞ്ഞാൽ, ഒരു സ്ത്രീ നമ്മളുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കിയിട്ട് പോകും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് പോകും. ആഖിറത്തെക്കുറിച്ചുള്ള ചിന്തയുള്ളവരായിട്ട് പോകും. എപ്പോഴാണ്? ആ സ്ത്രീകളിൽ ദീനിൻ്റെ ഫിക്ർ ഉണ്ടാവും. ഉലമാക്കൾ പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു, അതേപോലെ ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു 2 ഖലീഫമാരാണ്, അമീറുൽ മുഅ്മിനീൻ. ഈ 2 പേരും ദീനിലേക്ക് വരുന്നതിന് സബബായത് ഹദ്റത്ത് ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ ദഅവത്താണ്. ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ ദഅവത്താണ്. മഹാന്മാർ പറയുന്നു, നമ്മളുടെ സ്ത്രീകൾ ആ നിലയിലായിത്തീരണം. ഇന്നൊരു സ്ത്രീയെ സംബന്ധിച്ചോളം ഒരു വസ്ത്രം കണ്ടാൽ, അല്ലെങ്കിൽ ഒരു ആഭരണം കണ്ടാൽ, ഒരു പലഹാരം കണ്ടാൽ, അല്ലേ, അതിനെപ്പറ്റി സംസാരിക്കുന്നത്, അത് പറഞ്ഞു കൊടുക്കുന്നത്, അങ്ങനെ ധാരാളമായി സംസാരിക്കുന്ന ശീലമാണ് സ്ത്രീകൾക്ക്. ആ ശീലം ആരെപ്പറ്റി പറയുന്നതാക്കി തീർക്കണം? അള്ളാഹുവിനെ പറ്റി പറയുന്നതാക്കി തീർക്കണം. അപ്പോൾ ദഅവത്തിൻ്റെ മാഹുൽ വീടുകളിൽ ഉണ്ടായിത്തീരണം. ഈ ദഅവത്ത് എങ്ങനെ ചെയ്യണം എന്ന് രാവിലെ പറയുകയുണ്ടായി. നന്മയുടെ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ മനുഷ്യന് ആഗ്രഹവും താല്പര്യവും ഉണ്ടായിത്തീരുന്നത്, അതിനുവേണ്ടി ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ സ്വീകരിച്ച മാർഗം ബശാറത്താണ്. ബഷിറു വലാ തുനഫിറു, യസ്സിറു വലാ തുഅസ്സിറു, ബഷിറ വലാ തുനഫിറ, യസ്സിറ വലാ തുഅസ്സിറ. ഹദീസിൻ്റെ വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. അല്ലേ, നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കും. ഏത് കാര്യവും മനുഷ്യന് ചെയ്യുന്നതിന് താല്പര്യം ഉണ്ടാകുന്നത് നമ്മൾ അതിൻ്റെ പുറകിൽ, അതിൻ്റെ പേരിൽ നമുക്ക് എന്ത് കിട്ടും എന്നുള്ളതിൻ്റെ മനസ്സിലാക്കുമ്പോഴാണ്. അപ്പോൾ ധാരാളം ആളുകൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. സ്വന്തം നാട്, വീട്, കുടുംബവുമൊക്കെ വിട്ടിട്ട് പോകുന്നത് എന്തിൻ്റെ പേരിലാണ്? അവിടെ പോയി അധ്വാനിച്ചു കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സമ്പാദിക്കാൻ സാധിക്കും. ഈ പ്രതീക്ഷയിലാണ് പോകുന്നത്. കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവരുടെ കാർഗുസാരികൾ കേൾക്കുമ്പോൾ, അവരുടെ ജീവിതത്തിൽ കാണുന്ന മാറ്റങ്ങൾ കാണുമ്പോൾ ജനങ്ങൾ ആ ത്യാഗത്തിന് തയ്യാറാകും. 8 മണിക്കൂർ ജോലി ചെയ്ത ആൾ പിന്നെ ചോദിക്കുകയാണ് ഓവർ ടൈം കിട്ടുമെന്ന്. കാരണം എന്തിനാണ്? ഇരട്ടി പ്രതിഫലം കിട്ടും. മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഒരു അമൽ, ഹദീസിലും കാണാം നമുക്ക്, ഈമാനും ഇഹ്തിസാബും. ഒരു അമലിന് ജീവൻ ഉണ്ടായിത്തീരണമെങ്കിൽ അതിലൊന്ന് ഈമാനോടുകൂടി ചെയ്യുന്നത്. ഈമാൻ്റെ അടിസ്ഥാനത്തിലാണ് അമലുകൾക്ക് ശക്തി ഉണ്ടാകുന്നത്, അമലുകൾക്ക് പ്രതിഫലം കിട്ടുന്നത്. അമലിൽ ജീവൻ ഉണ്ടായിത്തീരുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഈമാനാണ്. രണ്ടാമത്തെ കാര്യം ഇഹ്തിസാബാണ്. അതായത് ഈ അമൽ ചെയ്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? സഹാബാക്കളായ മഹാന്മാർ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ ധാരാളമായി അവർക്ക് ഫളായിലുകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ തന്നെ അല്ലാഹു തആല പല സ്ഥലങ്ങളിലും പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജഅൽ ലഹു ഇവജൻ ഖയ്യിമൻ ലിയുൻദിറ ബഅസൻ ശദീദൻ മിൻ ലദൻഹു വയുബശ്ശിറൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്സാലിഹാത്ത്. അല്ലേ, പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ നബിമാരെക്കുറിച്ച് അല്ലാഹു തആല പറയുന്ന സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കും ബഷീറൻ വനദീറ, മുബശ്ശിറൻ വനദീറ, സന്തോഷ വാർത്ത അറിയിക്കുന്നത്. അതേപോലെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാത്തതിൻ്റെ പേരിൽ വരാനിരിക്കുന്ന ശിക്ഷകളെക്കുറിച്ചുള്ള താക്കീതുകൾ സ്നേഹത്തോടുകൂടി, ഷഫക്കത്തോടുകൂടി അറിയിക്കുന്ന ആൾ, അല്ലാതെ ഭയപ്പെടുത്തി പേടിപ്പിക്കുന്ന ആളല്ല. ഒരു മാതാവ്, ഒരു പിതാവ് ഒരു കുഞ്ഞിന് വരാൻ പോകുന്ന അപകടത്തെക്കുറിച്ച് കരുണയോടുകൂടി, സ്നേഹത്തോടുകൂടി, വാത്സല്യത്തോടുകൂടി അറിയിക്കുന്നത് പോലെയാണ്. അല്ലാതെ ഭയപ്പെടുന്നതല്ല, പാമ്പിനെ ഭയപ്പെടുന്നത് പോലെയല്ല. ഈ നിലയിൽ ബഷാറത്തുകൾ, എന്ത് ചെയ്താൽ എന്ത് കിട്ടും, അതിനാണ് ഉലമാക്കൾ നമ്മളോട് പറയുന്നത്. നമ്മുടെ വീടുകളിൽ
താലീം സമയം നിശ്ചയിച്ച് നമ്മളെ സ്ത്രീകൾ, നമ്മുടെ കുട്ടികൾ എല്ലാവരും അല്ലേ കാണാൻ അനുവദനീയമായവർ ഒന്നായിട്ടിരുന്ന്, അല്ലാത്തവർ സ്ത്രീകളുണ്ടെങ്കിൽ അവർ മറയിലിരുന്നു കൊണ്ട് ദിവസേന ഫലായിലിൻ്റെ താലീം. അപ്പം അൽഹംദുലില്ലാ നമ്മൾ വന്ന് നമ്മുടെ വീടുകളിൽ എല്ലാ ദിവസവും നിയത്ത് ചെയ്തുകൂടെ ഇൻഷാ അല്ലാഹ്. ഇതിൻ്റെ പരിശ്രമത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ പരിശ്രമത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു അമലാണ് ദിവസേനയുള്ള താലീം. അള്ളാഹ് നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. പക്ഷേ ഇത് നമുക്ക് തോന്നുമ്പോൾ ബാഹ്യമായ നിലയിൽ അത് വളരെ ലളിതമായ വളരെ സിമ്പിളായിട്ടുള്ള ഒരു അമലായിട്ട് തോന്നും. പക്ഷെ എത്രയോ അമലുകൾ, നന്മകൾ നിലവിൽ വരുന്നതിന് താലീം കാരണമായിത്തീരും. അതുകൊണ്ട് അതബോടുകൂടി, രാവിലെ പറയപ്പെട്ടതുപോലെ തന്നെ തലബോടുകൂടി, ആഗ്രഹത്തോടുകൂടി, സ്വന്തം ആവശ്യക്കാരനായിക്കൊണ്ട് എത്ര പ്രാവശ്യം നമ്മൾ കേട്ട് ഹദീസാണെങ്കിലും ശരി, ആദ്യം കേൾക്കുന്നത് പോലെ ആഗ്രഹത്തോടുകൂടി കേട്ട് കഴിഞ്ഞാൽ അല്ലാഹു തആല നമ്മളുടെ ഹൃദയത്തിലേക്ക് അതിൻ്റെ നൂറിറക്കിത്തരും. അതിൻ്റെ പ്രകാശം ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്നതിൻ്റെ അടയാളം എന്താണ്? ആ നല്ല കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അതനുസരിച്ച് അമൽ ചെയ്യാനുള്ള തൗഫീഖ് കിട്ടും. പിന്നെ അത് മറ്റുള്ളവരോട് പറയാനുള്ള തൗഫീഖും തരും അല്ലാഹു തആല നമ്മളെ കബൂലാക്കുമാറാകട്ടെ. അതുകൊണ്ട് സ്ത്രീകളെ സംബന്ധിച്ചോളം അല്ലേ, വീടുകളിലുള്ള ദിവസേനയുള്ള താലീം, ആ താലീം മുഖേന സന്തോഷ വാർത്തകൾ അറിയിച്ചുകൊണ്ടുള്ള മറ്റുള്ളവരോടുള്ള ദഅവത്ത്. പിന്നെ അതിൽ തന്നെ നമ്മുടെ നാടുകളിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ 3 ദിവസം, 10 ദിവസം, 40 ദിവസം വിദേശത്തേക്കൊക്കെ പോയിട്ടുള്ള മസ്തൂറാത്ത് സ്ത്രീകളുണ്ടാകും. അങ്ങനെ ഒരു നാട്ടിൽ ആഴ്ചയിലുള്ള വീക്കിലി ഉള്ള ഇജ്തിമായി താലീമുണ്ട്. ആ ഇജ്തിമായി താലീമിൽ എന്ത് ചെയ്യണം? നമ്മൾ സ്ത്രീകളെ നമ്മൾ പങ്കുകൊള്ളിപ്പിക്കണം. അപ്പോൾ അവർക്ക് ആഗ്രഹവും താല്പര്യവും ഉണ്ടാകും. ഒരു സ്ത്രീ നമ്മളെ നാട്ടിൽ അവർ താലീമിൻ്റെ ഇജ്തിമായി താലീമിൽ വന്നു. അവിടുന്ന് ആ മജ്ലിസിലിരുന്നു, ദീൻ്റെ കാര്യങ്ങൾ കേട്ടു. അപ്പോഴവർക്ക് ഫിക്ർ വന്നു, എൻ്റെ ഭർത്താവിൻ്റെ സമ്പാദ്യം അത്ര ഒരു ഹലാലായ രീതിയിലല്ലല്ലോ. ഹലാലായ സമ്പാദ്യത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയപ്പോൾ അവർക്ക് ഫിക്ർ വന്നു. അവർ എങ്ങനെയാണ് തൻ്റെ ഭർത്താവിൻ്റെ സമ്പാദ്യ മാർഗം ഹലാലാക്കാൻ വേണ്ടി എങ്ങനെ സാധിക്കും? നമ്മൾ കേട്ടിട്ടുണ്ട് പല സംഭവങ്ങളും. അമർ സാബ് പാലമ്പൂർ റഹ്മത്തുള്ളാഹി പറയുമായിരുന്നു അല്ലേ, ഒരു ചെറുപ്പക്കാരൻ ജമാഅത്തിൽ പോയി തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വാപ്പ ഒരു വലിയൊരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു, വലിയ ഗ്രേഡ് പൊസിഷനിലുള്ള. പക്ഷെ കൈക്കൂലിയും വാങ്ങിക്കുമായിരുന്നു നന്നായിട്ട്. അപ്പോൾ ഹലാലായ സമ്പാദ്യമാർഗം, ഹലാലായ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ആവശ്യകത അത് മനസ്സിലാക്കിയപ്പോൾ മൗലാനോട് പ്രത്യേകമായി റൂമിൽ പോയിട്ട് ചോദിച്ചു, എങ്ങനെ ഇത് ഹറാമിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും? അപ്പോൾ മൗലാന അവരുടെ എല്ലാ കാര്യങ്ങളിലും കേട്ടതിന് ശേഷം പറഞ്ഞു, നിങ്ങളുടെ വാപ്പാക്ക് ഏത് ദിവസമാണോ ശമ്പളം കിട്ടുന്നത്, ആ ശമ്പളം കിട്ടുന്ന ദിവസത്തെ ആ പൈസ നിങ്ങൾ വാങ്ങിക്കണം. എന്നിട്ട് അതിൽ നിങ്ങൾ സംതൃപ്തിപ്പെട്ട് നിങ്ങൾ അതുകൊണ്ട് ഭക്ഷണം കഴിക്കണം. അപ്പോൾ എന്താണ്, ഒരു കുട്ടി അയാൾ 40 ദിവസം പോയി വന്നപ്പം അയാൾക്ക് ഫിക്റുണ്ടായി, എന്താണ് ഞാൻ കഴിക്കുന്ന ഭക്ഷണം എന്തായിരിക്കണം? ഹലാലായിരിക്കണം. ഒരു സ്ത്രീ ഇജ്തിമായി താലീമിൽ വന്ന പങ്കുകൊണ്ട് അവരുടെ ഹൃദയത്തിൽ ഫിക്റുണ്ടായി, എൻ്റെ ഭർത്താവിൻ്റെ സമ്പാദ്യം, ഞാൻ കഴിക്കുന്ന ഭക്ഷണം ഹലാലായിരിക്കണം. ഇപ്പോൾ ഇജ്തിമായിയായ താലീമിൽ പോയി പങ്കുകൊള്ളുമ്പം സ്ത്രീകൾക്ക് ആഗ്രഹവും താല്പര്യവും ഉണ്ടാകും. ആ ഒരു മാഹൗൽ, ഒരു അന്തരീക്ഷം. ഇപ്പോൾ ദീനിയായ മജ്ലിസുകൾക്കൊരു പ്രത്യേകതയുണ്ട്. അവിടെ റഹ്മത്തിൻ്റെ മലക്കുകൾ വരും, സക്കീനത്ത് ഇറങ്ങും. ആ മജ്ലിസിൽ കിട്ടുന്ന ഒരു പ്രത്യേകത അതല്ലാത്ത സ്ഥലത്ത് കരസ്ഥമാക്കാൻ സാധിക്കുകയില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇജ്തിമായ താലീമിൽ സ്ത്രീകൾ നമ്മൾ പങ്കുകൊള്ളിപ്പിക്കണം. പിന്നെ അവരവിടുന്ന് ദീൻ്റെ കാര്യങ്ങൾ കേട്ടു ആഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് 3 ദിവസം അവർക്ക് അള്ളാഹുവിൻ്റെ ദീൻ്റെ മാർഗത്തിൽ പുറപ്പെടാൻ സാധിക്കും. 3 മാസം കൂടുമ്പം 3 ദിവസം തൻ്റെ മെഹറമീങ്ങളോടുകൂടി. ആ യാത്ര വലിയ മാറ്റങ്ങളുണ്ടാക്കും. നമ്മളുടെ അന്തരീക്ഷം, നമ്മളുടെ ചുറ്റുപാട് അല്ല, സാധാരണ നമ്മളോട് പറയാറുണ്ട്, ഒരു വിലപ്പിടിപ്പിട്ടുള്ള ഒരു രത്നം അതൊരു അഴുക്ക് ചാലിൽ കിടക്കുകയാണ്. അതിൻ്റെ മുകളിൽ എത്ര വെള്ളം ഒഴിച്ചു കഴിഞ്ഞാലും അതെന്താകുകയില്ല, വൃത്തിയാകുകയില്ല. കാരണം അത് കിടക്കുന്നത് അഴുക്ക് പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ്, അഴുക്ക് വെള്ളം. പിന്നെ അതിനെ ശുദ്ധിയാക്കാനുള്ള വഴി എന്താണ്? ആ അഴുക്കിൽ നിന്നും അതിനെ എടുക്കുക, എന്നിട്ട് അല്പം വെള്ളം ഒഴിച്ചാൽ അത് തിളങ്ങും. സാധാരണ പറയാറുണ്ട്, ഒരാൾ വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞാൽ അയാളെ ചികിത്സിക്കുന്നതിന് ആദ്യം ചെയ്യുന്നത് എന്താ ചെയ്യുക? അയാളെ വെള്ളത്തിൽ നിന്ന് എടുക്കുക എന്നുള്ളത്. രണ്ടാമത് എന്ത് ചെയ്യും?
അയാൾ അകത്ത് കയറിയ വെള്ളം പുറത്തേക്ക് കളയും, പിന്നെ അയാൾ ചികിത്സിക്കും. ഇതേപോലെ ഇന്ന് നമ്മളുടെ ചുറ്റുപാടുകളുടെ പ്രതിഫലനം, അതിൻ്റെ അസർ, അതിൻ്റെ ശക്തി, ഇത് നമ്മളെ വല്ലാതെ ബാധിച്ചിരിക്കുകയാണ്. ഹറാമിൻ്റെ ചുറ്റുപാടുകൾ. ഉസ്താദ് പറഞ്ഞത് എവിടെ നോക്കിക്കഴിഞ്ഞാൽ, റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് നേരെ നോക്കി മുകളിൽ നോക്കിയാലും ഹറാമാണ്. മറ്റൊരു ഉസ്താദ് പറഞ്ഞ് പണ്ട് ബ്രോഡ്വേയിൽ കൂടി നടന്നു പോകുമ്പോൾ, അന്ന് ബ്രോഡ്വേ ആണ് എറണാകുളത്ത് ഏറ്റവും തിരക്കുള്ള വീതി, നേരെ നോക്കി നടന്നു കഴിഞ്ഞാൽ ഈമാനില്ലാതെ മരിക്കും, കണ്ണം പൊട്ടി നടന്നു കഴിഞ്ഞാൽ വണ്ടി ഇടിച്ച് മരിക്കും എന്ന് പറഞ്ഞ പോലെ എവിടെ നോക്കിയാലും ഹറാമാണ്. ഒരു പ്രാവശ്യം നമ്മളൊരു മക്ക മുക്കറമയിൽ നിന്നുള്ള ഒരു ജമാഅത്ത് വന്നിരുന്നു. അപ്പം അവൻ്റെ മുലാഖാത്തിന് കൊണ്ടുപോകാൻ പുറകിൽ ഇരുന്ന് യാത്ര ചെയ്യുമ്പം ഇടക്കിടക്ക് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയാറ്. പിന്നെ പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്താന്ന്. അപ്പോൾ എന്താണ്, നമ്മളെ നാടുകളിൽ വിൽക്കുന്ന തുണിയുടെയും സ്വർണത്തിൻ്റെയൊക്കെ കടകളുടെ പരസ്യം, ആ പരസ്യത്തിൽ പ്രദർശിപ്പിക്കുന്ന മനുഷ്യർ, സ്ത്രീകൾ, അവരുടെ ശരീരം, അതെന്താണ്, നമ്മളിത് കണ്ട് നമുക്കതിനുള്ള വെറുപ്പ് തീർന്നു പോയി, നമ്മളത് ശ്രദ്ധിക്കുന്നേ ഇല്ല, അദ്ദേഹത്തിന് അത് സഹിക്കാൻ സാധിക്കുന്നില്ല. അപ്പം ഇന്ന് ഹറാമുകൾ നിറഞ്ഞ അന്തരീക്ഷത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് നമുക്കതിനെ മനസ്സിലാകുന്നില്ല. ഒരു സ്ത്രീയെ വിവാഹം ചെയ്ത് കൊണ്ടുവരപ്പെട്ടു. അവിടെ ഒരു കടൽക്കരയായിരുന്നു, ഈ മത്സ്യം പ്രോസസ്സ് ചെയ്യുന്ന സ്ഥലത്താണ്, ഭയങ്കര മീനിൻ്റെ നാറ്റമാണ്. വന്ന ഉടനെ തന്നെ അവർ പറഞ്ഞു, ഇനി ഈ വീട്ടിൽ എനിക്ക് നിൽക്കാൻ സാധിക്കുകയില്ല, എന്നെ ഉടനെ എൻ്റെ വീട്ടിലേക്ക് അയക്കുന്നു. ഭയങ്കര കരച്ചിലായി. അപ്പോൾ മുതിർന്നവർ വന്ന് സമാധാനിപ്പിച്ചു, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ പറയുക, ഞാനിവിടെ വന്നപ്പോഴെന്തൊരു നാറ്റായിരുന്നു, ഇപ്പം നാറ്റമില്ലേ? ഇപ്പം നാറ്റമുണ്ട്. പിന്നെന്താ സംഭവിച്ചാൽ അതിന് യൂസ്ഡായിപ്പോയി അവിടെ നിന്നിട്ട്. ഇതുപോലെ ഇന്ന് ഹറാമുകൾ കണ്ട് നമ്മളുടെ അവസ്ഥ എന്താ വെച്ചാൽ നമുക്കത് ഹറാമാണെന്നുള്ള ഫീലിംഗേ ഇല്ലാതായിപ്പോയി. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ആ ഹറാമെന്ന് അറിഞ്ഞ അന്തരീക്ഷത്തിൽ നിന്ന് നമ്മളൊന്ന് മാറ്റുക എന്നുള്ളത്. നമ്മളവിടെ നിന്ന് മാറ്റുക. ഇത് പുരുഷന്മാർക്കും ബാധകമാണ്, സ്ത്രീകൾക്കും ബാധകമാണ്. പക്ഷേ സ്ത്രീകൾക്ക് വീട്ടിൻ്റെ ഉത്തരവാദിത്തമാണ്, മക്കളുടെ ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് സ്ത്രീകളോട് പറയുന്നത് 3 മാസം കൂടുമ്പോൾ ഒരു 3 ദിവസം എന്താ നമ്മൾ കൊണ്ടുപോയി കൂടെ ഇൻഷാ അല്ലാഹ്. നമ്മളുടെ ഭാര്യമാർ, നമ്മളുടെ മക്കൾ, അല്ല നമ്മളുടെ അമ്മായിമാർ, നമ്മളുടെ ഹഖീഖിയായ മെഹറമിങ്ങളായ സ്ത്രീകളോടുകൂടി അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള 3 മാസം കൂടുമ്പോഴുള്ള 3 ദിവസത്തെ യാത്രകൾ അല്ലേ. അപ്പോൾ മസ്തുറാത്തിൻ്റെ യാത്രകളിൽ നമുക്ക് ധാരാളം കുറവുകൾ വന്നിട്ടുണ്ട്. സ്ത്രീകളിൽ ദീനുണ്ടായിക്കഴിഞ്ഞാൽ ദീനനുസരിച്ചുള്ള ജീവിതത്തിന് നമുക്ക് വലിയ സഹായികളായിത്തീരും. സഹാബാക്കൾക്ക് വലിയ വലിയ ത്യാഗങ്ങൾ അവർക്ക് എളുപ്പമായി തീർന്നത് അവരുടെ സ്ത്രീകൾ അവരോട് സഹായിച്ചു എന്നുള്ളതാണ്. അള്ളാഹ് നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. അതുപോലെ നമ്മുടെ വീടുകളിൽ ഇബാദത്തിൻ്റെ മാഹോല് നമ്മൾ സ്ത്രീകളോട് പറയപ്പെടുന്നത്, നമ്മളുടെ അത്യാവശ്യമായ വീട്ടിൻ്റെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ, അത്യാവശ്യമായ ജോലികൾ കഴിഞ്ഞാൽ പിന്നെ ഖുർആൻ ഷരീഫിൻ്റെ തിലാവത്ത്, ദീൻ്റെ കാര്യങ്ങൾ പഠിപ്പിക്കുക. നമ്മുടെ ആയുസ് വളരെ ചുരുങ്ങിയതാണ്. ഈ ചുരുങ്ങിയ ആയുസ്സിൽ വേണം നമ്മൾ അള്ളാഹുവിനെ പറ്റി പഠിക്കാൻ, നബിസ്വല്ലല്ലാഹു തങ്ങളെ പറ്റി പഠിക്കാൻ, ദീൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ, ഖുർആൻ ഷരീഫ് പഠിക്കാൻ, തിലാവത്ത്. ഇതിൻ്റെ എല്ലാ സമയവും നമുക്ക് മരണം വരെയുള്ളതാണ്. മരണത്തിന് ശേഷം ഒരു അമലും ചെയ്യാൻ സാധിക്കില്ല. അമലുകളുടെ ബോക്സ് പിന്നെ അടക്കപ്പെട്ടു. സ്വന്തമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. പിന്നെ ആഖിറത്തിലേക്ക് കിട്ടുന്ന നമ്മൾ ചെയ്ത അമലുകളുടെ അതിൻ്റെ ജാരിയായ സദഖകളുണ്ട്, നാഫിയ ഇൽമ്, മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കൾ, അതിൻ്റെയൊക്കെ നമ്മൾ. പക്ഷെ നമ്മുടെ അമലുകളുടെ അത് ക്ലോസായി പോകും നമ്മൾ ചെയ്യുന്ന മരണത്തോടു കൂടി. അപ്പം അതുകൊണ്ട് നമ്മുടെ വീട് ഒരു നല്ലൊരു അന്തരീക്ഷത്തിൽ, വീടെന്ന് പറയുന്നത് തന്നെ മസ്കൻ എന്നാണ്, സമാധാനം കിട്ടുന്ന സ്ഥലമാണ്. അതെപ്പോഴാണ് ആ വീട്ടിൽ ദീനുണ്ടാകുമ്പോഴാണ്. തയ്യാറല്ല ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നമ്മൾ സ്ത്രീകളെ നമ്മൾ ഇന്നലെ അള്ളാഹുവിൻ്റെ ഇതിൻ്റെ മാർഗത്തിൽ കൊണ്ട് 3 കാര്യങ്ങൾ. 1, ദിവസേനയുള്ള നമ്മുടെ വീടുകളിലെ താലീം. നമ്മളെന്ത് ചെയ്യണം, അതിന് നമുക്ക് 2 താലീമിൽ ഒരു താലീം എന്ന് പറയുന്നത് നമുക്കുള്ള താലീമാണ്. നമ്മൾ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ദിവസേന സമയം നിശ്ചയിച്ച് എല്ലാ ദിവസവും വീടുകളിൽ താലീം നടക്കണം. ഇതുകൊണ്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. ആഴ്ചയിലുള്ള ഇസ്തിമായിയായ താലീമിൽ നമ്മൾ സ്ത്രീകളെ നമ്മൾ പങ്കുകൊള്ളിപ്പിക്കണം. പിന്നെ 3 മാസം കൂടുമ്പോഴുള്ള അള്ളാഹുവിൻ്റെ ദീൻ്റെ മാർഗത്തിലുള്ള യാത്രകൾ. വീട്ടിൽ നേരത്തെ പറഞ്ഞതുപോലെ ദീൻ്റെ ദാവത്തിൻ്റെ താലീം പഠിപ്പിക്കുക, ഇബാദത്ത്,
ഖിദ്മത്ത്, ഈ മാഹൗൽ നമ്മുടെ വീടുകളിൽ ഉണ്ടായിത്തീർന്നു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മളുടെ വീടുകൾ എത്രയോ വീടുകളിൽ ദീൻ ഉണ്ടായിത്തീരുന്നതിന് കാരണമായിത്തീരും. മസ്ജിദ് നബവിയിൽ ഹിജ്റ 9-ാമത്തെ വർഷം തമീം ദാരി റളിയല്ലാഹു തആല അൻഹു വിളക്ക് കത്തിച്ചത്. 9 വർഷം വിളക്കില്ല, പക്ഷേ അതിൻ്റെ ഇടയിലും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഹിദായത്തിൻ്റെ വെളിച്ചം മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് പകരുന്നതിന് മസ്ജിദ് നബവി കാരണമായി. ചിലപ്പോൾ വീട് നമ്മളുടെ ചെറിയ വീടായിരിക്കും, പക്ഷേ ഈ പരിശ്രമം വീടുകളിൽ നടന്നാൽ നമ്മളുടെ വീടുകൾ എത്രയോ വീടുകളിലുള്ള മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഹിദായത്തിൻ്റെ ദീപം, ഹിദായത്തിൻ്റെ പ്രകാശം, ഹിദായത്തിൻ്റെ വെളിച്ചം തെളിക്കുന്നതിന് കാരണമായിത്തീരും. അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സ്ത്രീകളിൽ, അതുപോലെ നമ്മുടെ കുട്ടികളിൽ, അതിന് ഉലമാക്കൾ പറയുന്നത് എന്താണ്? അതിന് പറയുന്നത് നമ്മൾ സ്ത്രീകളോടുള്ള നമ്മളുടെ പെരുമാറ്റമാണ്. വീട്ടിൽ ദീൻ നടപ്പിലാകണമെങ്കിൽ നമ്മൾ എങ്ങനെ പെരുമാറണം? മയത്തോടു കൂടി. അതിനെന്താ പറയുക അല്ലേ? നർമിക്ക് എന്താ പറയുന്നത്? മയമായ അല്ലേ സമീപനം. സൗമ്യമായ പെരുമാറ്റം. റിഫ്ക് എന്നാണ് പറയുന്നത് അറബിയിൽ. ഹദീസിൽ നമുക്ക് കാണാം, റിഫ്ക് കൊണ്ട്, സൗമ്യമായ പെരുമാറ്റം കൊണ്ട് കരസ്ഥമാക്കാൻ സാധിക്കുന്ന കാര്യം അതല്ലാത്ത മറ്റൊന്നും കൊണ്ട് കരസ്ഥാക്കാൻ സാധിക്കുകയില്ല. വളരെ കഠിനമായ ഹൃദയമുള്ള ആളായിരുന്നു ഫിറഔൻ. അല്ലാഹു തആലക്ക് അറിയാം ഫിറഔന് ഹിദായത്ത് കിട്ടൂല എന്ന്. പക്ഷെ എന്നാലും മൂസാ നബി അലൈഹി സ്വലാമിനോട് ഫിറൗൻ്റെ അടുത്ത് പോകുമ്പോൾ അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും പോയിട്ട് വഖൂല ലഹു ഖൗലൻ ലയ്യിന. ഫിറൗൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞു, എന്നിട്ട് നിങ്ങൾ അയാളോട് വളരെ മയമായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു. ചിലപ്പോൾ അയാൾ എന്ത് ചെയ്യുക? ഉപദേശം ഉൾക്കൊള്ളാം. എന്നാൽ അള്ളാഹുവിനെ അറിയാം അയാൾ ഹിദായത്തിലേക്ക് വരില്ല, കാരണം ഹിദായത്ത് കൊടുക്കേണ്ടവൻ അള്ളാഹുവാണ്. പക്ഷെ ദഅവത്തിൻ്റെ രീതിയാണ്, നമുക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല, നിർബന്ധമായ നിലയിൽ ചെയ്യിപ്പിക്കാൻ പറ്റുകയില്ല. ദീൻ നമ്മളുടെ നല്ല പെരുമാറ്റം, നല്ല സ്വഭാവം, നമ്മളുടെ നല്ല ഇടപാടുകൾ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ആരാണ്? നിങ്ങളുടെ ഭാര്യയോട് ഏറ്റവും നല്ല നിലയിൽ പെരുമാറുന്നവനാണ്. തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ഭാര്യയോട് ഏറ്റവും നല്ല നിലയിൽ പെരുമാറുന്നവൻ ഞാനാണെന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ എന്താണ്? നമ്മളുടെ മക്കളാണെങ്കിലും ഭാര്യയോടാണെങ്കിലും, നമ്മുടെ മൗലാന ഉമർ പാലമ്പൂർ റഹ്മത്തുള്ളാഹി അലൈഹി അവർ പറയുമായിരുന്നു, നിങ്ങളൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഭാര്യയാണ്. പക്ഷേ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഭാര്യയായിട്ട് മാത്രം കണക്കാക്കരുത്, പിന്നെ അവർക്കൊരു കൺസിഡറേഷനും കൂടി കൊടുക്കണം, ഒരു പരിഗണനയും കൂടി കൊടുക്കണം. അതെന്താണ്? ഒരു കുട്ടിയുടെ ഉമ്മയാണെന്നുള്ളത്. നേരത്തെ പറഞ്ഞപ്പോൾ ചിലപ്പോൾ നേരത്തെ വിളിച്ചാൽ പെട്ടെന്ന് വരുമായിരുന്നു, ഇപ്പോൾ ചിലപ്പോൾ ആ കുട്ടിയുടെ ഖിദ്മത്തിലായിരിക്കും. അപ്പോൾ നമുക്ക് ദേഷ്യം പിടിക്കാൻ പാടില്ല. കാരണം എന്താണ്? ആ സ്ത്രീ എന്താണ്? ഇപ്പോൾ ആ സ്ത്രീക്ക് എന്താണ്? ഒരു കുട്ടിയോടുള്ള കടമയും കൂടിയുണ്ട്. പിന്നെ മൗലാന പറയുമായിരുന്നു, ആ കുട്ടി വളർന്ന് ഒരു 10, 14, 15 വയസ്സായി, വകതിരിവായി, സ്വന്തം അഭിപ്രായമൊക്കെ പറയാനുള്ള ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ വെറും മകനാണെന്ന് നിങ്ങൾ കരുതരുത്, മറിച്ച് നിങ്ങളുടെ കുടുംബത്തിലൊരു അംഗമായിട്ട് അവനെ പരിഗണിക്കണം. അവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വീട്ടിൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പം അവരുമായിട്ട് മശൂറ ചെയ്യുന്നു. ഹൃദയങ്ങൾ അടുക്കുന്നതിന്, ഒന്നാകുന്നതിന് ഏറ്റവും പ്രധാനമായ കാര്യമാണ് മശൂറ എന്നുള്ളത്. അവർ കൂടി ആലോചിക്കണം. അതുകൊണ്ട് വീടുകളിൽ എന്തായാലും നമ്മൾ മറ്റുള്ളവരോടുള്ള, നമ്മളുടെ ഭാര്യയോടുള്ള പെരുമാറ്റം, നമ്മുടെ മക്കളോടുള്ള പെരുമാറ്റം, നമ്മുടെ അയൽവാസികളോടുള്ള പെരുമാറ്റം, ഇതിൽ കൂടിയാണ് ദീൻ അവർക്ക് മനസ്സിലാകുന്നത്. നമ്മളുടെ തഹജ്ജുദോ, നമ്മളുടെ നമസ്കാരമോ, നമ്മളുടെ നോമ്പോ ഒന്നും മറ്റുള്ളവർ കാണുന്നില്ല. മറിച്ച് ഈ ഇബാദത്തുകൾ കൊണ്ട് നമ്മൾ ഉണ്ടാകേണ്ട ഗുണങ്ങളുണ്ട്, സിഫാത്തുകളുണ്ട്. ആ സിഫാത്തുകളാണ് മറ്റുള്ളവർ കാണുന്നത്. അപ്പം അതുകൊണ്ട് നമ്മളുടെ നല്ല ഗുണങ്ങളോടുകൂടി സൗമ്യമായ നിലയിൽ, ലളിതമായ നിലയിൽ നമ്മൾ മറ്റുള്ളവരോട് ദീൻ്റെ കാര്യങ്ങൾ പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഭാര്യമാർ, നമ്മളുടെ മക്കൾ, നമ്മളുടെ സന്താന പരമ്പരകളെ മുഴുവൻ സാലിഹ്യങ്ങളാക്കി തീർക്കുമാറാകട്ടെ. അവരെയും കൂടി ദഅവത്തിൽ നമ്മൾ കൊണ്ട് നടക്കണം. നമ്മളെന്ത് ചെയ്യണം? കൊണ്ട് നടക്കണം. സ്ത്രീകളുടെ പങ്ക് വളരെ വലുതാണ്, അവരെ നമ്മൾ അവഗണിക്കരുത്. ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ നോക്കിയാലും അല്ലാതെ ലോക ചരിത്രം നോക്കിക്കഴിഞ്ഞാലും വലിയ സ്ഥാനങ്ങളിൽ എത്തിയിരിക്കുന്നവരെ ചരിത്രങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അവരാ നിലയിൽ തർബിയത്ത് ചെയ്യുന്നതിന്, വളർത്തിയതിലും അവരുടെ ഉമ്മമാർക്ക് വലിയ പങ്കുണ്ട്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി, നമ്മളെ അടുത്ത കാലത്ത് ജീവിച്ച മൗലാന അബുൽ ഹസൻ അലി നദീ റഹ്മത്തുള്ളാഹി അലൈഹി, നമ്മുടെ മൗലാന ഉമർ പാലമ്പൂർ റഹ്മത്തുള്ളാഹി അലൈഹി, ഇവിടെയൊക്കെ ഉമ്മമാരുടെ ഹൃദയത്തിലുള്ള ആഗ്രഹവും താല്പര്യവും
അവരുടെ സ്വപ്നങ്ങളും മക്കളെക്കുറിച്ചൊക്കെ വലിയ സ്വപ്നങ്ങളായിരുന്നു. അല്ലാഹു തആല അതനുസരിച്ച് അവരെ എത്തിച്ചു ആ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക്. മകനെ വിളിച്ച് മല്ലമർസ പാലമ്പുരം 4 ഉമ്മ വിളിച്ചിട്ട് നബിമാരുടെ സംഭവങ്ങൾ ഒക്കെ പറഞ്ഞ് കേൾക്കുമായിരുന്നു. ഒരു ചെറിയ മെഴുകുതിരിയുടെ അരണ്ട വെളിച്ചത്തിൽ രാത്രിയിൽ ഒരു സന്ദർഭത്തിൽ ഒരു മുറിയിലിരുന്ന് മൊല്ലാനെ കേൾപ്പിക്കുകയാണ് ഉമ്മയെ. അപ്പോൾ ഉമ്മ പറയാം മോനോട്, മോനെ ഇന്ന് ഈ ചെറിയ വീട്ടിൻ്റെ ഉള്ളിൽ ഈ രാത്രിയുടെ ഇരുളിൽ ഈ മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ നീ ഇന്ന് അള്ളാഹുവിനെക്കുറിച്ച് എന്നോട് പറയുന്നു. പക്ഷെ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുകയാണ് ഒരു ദിവസം നീ ലക്ഷക്കണക്കിന് ആളുകളുടെ മുമ്പിൽ ഇരുന്നിട്ട് അള്ളാഹുവിനെക്കുറിച്ച് പറയുന്നത്. അല്ലാഹു തആല ഉമ്മയുടെ ആ സ്വപ്നത്തെ സാക്ഷാത്കരിച്ചു കൊടുത്തു. അപ്പം ഇത് ആ ഉമ്മയുടെ മകനാണ് മൗലവി മർസ പാലമ്പുരം. മൗലാന അലിമി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിൻ്റെ ഉമ്മ, അദ്ദേഹത്തിൻ്റെ കുടുംബം ഭൗതികമായ നിലയിലും ധാരാളം ഉയർന്ന പൊസിഷനിലേക്ക് എത്തിയിരുന്ന ധാരാളം ആളുകളുണ്ടായിരുന്നു. ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ നിലയിലൊരു ചെറിയ ചിന്ത വന്നപ്പോൾ ഉമ്മ ഒരു കത്തെഴുതി മകന്. ആ കത്തിൽ എഴുതുന്നുണ്ട്, മോനെ അലി, നീ എനിക്ക് ഒരു മകനേ ഉള്ളൂ, പക്ഷെ അല്ലാഹു തആല എനിക്ക് 100 മക്കളെ തരികയാണെങ്കിൽ ആ 100 മക്കളെയും ഞാൻ ദീനിൻ്റെ ഇൽമ പഠിക്കാൻ അയക്കുമായിരുന്നു. പക്ഷെ എൻ്റെ ഖേദം എന്താണ്, നീ ഒരാളേ ഉള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് അള്ളാഹുവിനുള്ള ദുആ എന്താണ്, ആ 100 മക്കളിൽ ഉണ്ടാകേണ്ട ഗുണം നീ ഒരുവനിൽ അള്ളാഹു നൽകണമെന്നാണ് എൻ്റെ ദുആ. അല്ലാഹു തആല മഹാൻ ഏത് അവസ്ഥയിലേക്ക് എത്തിച്ചു. അപ്പോൾ സ്ത്രീകളിൽ ദീനുണ്ടായി കഴിഞ്ഞാൽ മക്കളിൽ അത് പ്രതിഫലിക്കും. പക്ഷെ ആ സ്ത്രീകളിൽ ദീൻ ഉണ്ടാകണമെങ്കിൽ നമ്മൾ അവരോടുള്ള നല്ല പെരുമാറ്റം, നയപരമായ മയമായ പെരുമാറ്റം, അതുപോലെ മക്കളോടുള്ള നല്ല പെരുമാറ്റം, മക്കളെ കൊണ്ട് അനുസരണക്കേട് കാണിക്കുന്ന രീതിയിൽ നമ്മൾ അവരോട് പെരുമാറരുത്. പല കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. കഴിഞ്ഞ പ്രാവശ്യം നമ്മളുടെ ഡോക്ടർ ഷക്കീൽ സാഹിബ് പറഞ്ഞു അല്ലേ, സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടപ്പോൾ മുതിർന്ന ആൾ കണ്ടപ്പോൾ ഇങ്ങനെ പുറകിൽ വെച്ചു. അപ്പോൾ വലത്തെ കയ്യിൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് അത് ഇടത്തെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു. അപ്പോൾ പിന്നെയും ചോദിച്ചപ്പോൾ 2 കൈ എടുത്തിട്ട് ഇതാണ്. അങ്ങനെ ഒരു തെറ്റായ കാര്യങ്ങൾ തെറ്റ് ചെയ്യിക്കുന്നതിന് നമ്മൾ കാരണക്കാരായിത്തീരുന്നു. മക്കളെ അനുസരണക്കേട് കാണിക്കുന്നതിന് നമ്മൾ കാരണക്കാരാകരുത്. അപ്പം അതുകൊണ്ട് ദഅവത്ത് എപ്പോഴും ഹിക്മത്തോടു കൂടിയായിരിക്കണം, മൗല ഹസനയോടു കൂടിയായിരിക്കണം. ഈ നിലയിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ നല്ല നിലയിൽ പെരുമാറിക്കഴിഞ്ഞാൽ നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബക്കാർ, നമ്മളുടെ കൂട്ടത്തിൽ നമുക്ക് ദീൻ്റെ പരിശ്രമത്തിൽക്കും. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.